ഇന്ന് നമ്മൾ NSS കോളേജ് ഒറ്റപ്പാലത്തേക്ക് യാത്ര ചെയ്യാട്ടോ. രാവിലെ തന്നെ അവിടെ പൂക്കളാടുണ്ട് അമ്മേന്റെ വക. അന്ന് ശോഷിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് മാറ്റിയിട്ടിട്ടുണ്ട്. ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞ് വരുമ്പോൾ വേണം കുറച്ച് പൂവൊക്കെ വാങ്ങാൻ, എന്നിട്ട് വേണം ഒന്ന് സൂപ്പറാക്കി ഇടാൻ. ഒറ്റപ്പാലത്ത് നമ്മുടെ NSS കോളേജിലെ മാഗസിൻ ഇനാഗുറേഷൻ ആട്ടോ. അതിനപ്പം നമ്മൾ പോണേ. വീട്ടിൽ നിന്ന് ഏകദേശം 2 മണിക്കൂറുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നും അച്ഛൻ തന്നെ ആട്ടോ നമ്മുടെ കൂടെ ഉള്ളത്. മഴയൊക്കെ കുറച്ച് വിട്ടുന്നോണ്ട് രക്ഷപ്പെട്ടു. ഈ കുട്ടികളൊക്കെ ഈ ഓണപരിപാടിയൊക്കെ ഗംഭീരമായിട്ട് എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ട്. കോളേജിലേക്ക് കയറിയപ്പോൾ എന്റെ NSS കോളേജ് ഓർമ്മ വന്നു, നമ്മുടെ മഞ്ചേരി. എത്തിയ സമയത്തിന് നമ്മളെ ഇൻവൈറ്റ് ചെയ്യാനേ നമ്മളെ യൂണിയൻ മെമ്പേഴ്സും വിദ്യാർത്ഥികളൊക്കെ അവിടെ ഉഷാറായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നേ. കഴിഞ്ഞ ദിവസം അവിടെ ഫ്രഷേഴ്സ് ഡേയും ഇന്ന് മാഗസിൻ ഇനാഗുറേഷനും നാളെ ഓണപരിപാടിയൊക്കെയാണ്. അവിടെ ഗംഭീര പരിപാടിയാണ്. MLA നമ്മളവിടെ പരിപാടിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അദ്ദേഹമായിരുന്നു ഉദ്ഘാടന പരിപാടി നടത്തിയിരുന്നത്. എന്തായാലും പെട്ടെന്ന് തന്നെ നമ്മൾ സ്റ്റേജിലേക്കൊക്കെ പോയി. പരിപാടി പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഞാൻ ആ വേദിയിലെ മുഖ്യാതിഥിയാണ്. ഒരു വർഷത്തെ യൂണിയൻ പ്രവർത്തനത്തിന്റെ അവസാനത്തെ പരിപാടിയാണ് നമ്മുടെ മാഗസിൻ ഇനാഗുറേഷൻ. പേരുകൾ കണ്ടോ, കൂറ എന്നുള്ളത്. ആർക്കോട്ടൊന്ന് കൊട്ടിയതാ തോന്നിയില്ലേ. ശേഷം ഞാൻ സംസാരിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മാഗസിൻ എഡിറ്റർ സംസാരിച്ചു. ആ കുട്ടി വളരെ ആത്മാർത്ഥമായിട്ടാണ് അതിൽ വർക്ക് ചെയ്തതെന്നുള്ളത് നമുക്ക് മനസ്സിലാവാം. ആ കുട്ടി പലപ്പോഴായിട്ട് ഇങ്ങനെ കരഞ്ഞുപോയി. ആ കുട്ടി മാത്രമല്ല, യൂണിയൻ മെമ്പേഴ്സും ബാക്കിയുള്ള ഒരു സദസ്സിൽ എല്ലാവരും ആ കുട്ടിയുടെ ഒപ്പം നിന്നു. ഒരുപാട് മാഗസിൻ ഇനാഗുറേഷൻ പരിപാടികൾക്ക് പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇന്നത്തെ ഒന്നുകൂടി സ്പെഷ്യൽ ആയിരുന്നു. NSS ആയതുകൊണ്ടാവാം. ഞാൻ 1-2 പാട്ടൊക്കെ പാടിയിരുന്നു കേട്ടോ. നന്നായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അഭിപ്രായം പറയണേ, ക്യാമ്പസിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ. ശേഷം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ അച്ഛന് സദ്യ വേണമെന്ന് പറഞ്ഞപ്പോൾ അറേബ്യൻ മജ്ലിസിലെ സദ്യ കഴിക്കാൻ പോയി. ഓണാശംസകളൊക്കെ കണ്ടപ്പോൾ അച്ഛൻ സദ്യ തന്നെയാവും ഉറപ്പിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സംഭവം മനസ്സിലായത്. ഒരുപാട് കോളേജ് വിദ്യാർത്ഥികളൊക്കെ അവിടെ ഉണ്ടായതുകൊണ്ടേ സദ്യ തന്നെയാവുമെന്ന് കരുതി. പക്ഷേ സദ്യ നമുക്ക് പിന്നെ കഴിക്കാന്ന് പറഞ്ഞു ഞാൻ അച്ഛനോട്. എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങാണ് കേട്ടോ. മാത്രമല്ല പൂവും കൂടി വാങ്ങണ്ടല്ലോ. അപ്പൊ പോണ വഴിക്ക് പൂവും വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണേ. നാളെ ഒന്ന് ഉഷാറായിട്ട് പൂവിടാനുള്ളതാണ്. അമ്മേന്റെ പരാതി തീർക്കണം. എന്തായാലും പൂവൊക്കെ വാങ്ങി ഞങ്ങൾ ഇറങ്ങി. പോണ വഴിക്ക് അഭിനവിനെ കണ്ട മോനെയും കൂടിയും കയറ്റണം. പോയിട്ട് കുറച്ച് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാണ്ട്. അപ്പൊ പിന്നെ കാണാം. വലിയൊരു ബായ്.